പൊന്നൂസേ തന്നെ പൊന്നൂസേ കഴിഞ്ഞ ദിവസം നമ്മൾ 3-4 ദിവസമായി തോന്നുന്നു അത് നട്ടിട്ട് ഉള്ളിത്തണ്ടിന് വേണ്ടി നട്ടേക്കണം. ഉള്ളി ഇട്ടതുകൊണ്ട് മുളച്ച് ഇത്രയായി. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോ മുളച്ച് കറക്കി എടുത്തപ്പോൾ ഇത് മുളച്ച് തുടങ്ങി. അപ്പോൾ ഇതൊന്ന് നടുന്നതൊന്ന് കാട്ടിത്തരാമെന്ന്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ നമ്മുടെ പൊട്ടറ്റോ. നമുക്കിത് ഇപ്പോൾ ഇത് മുളച്ച് വന്നിട്ടുണ്ട്. ഈ മുളയുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്ത് എത്ര മുളയുണ്ടോ അത്രയും പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടുണ്ടാകും. വളമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ടുണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊട്ടറ്റോയ്ക്ക് മുളയുണ്ടാവാൻ വേണ്ടി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ ഇതിന് നന്നായിട്ട് മുളയുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ തവണ ഇത് നട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് കറി വെക്കാനെടുത്തപ്പോൾ ഇത് മുളച്ചിരിക്കുക. അപ്പം മുളച്ച പീസ് മാത്രം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ ഇന്ന് കാട്ടിത്തരുകയും ചെയ്യാം, എല്ലാവർക്കും ഒരു ഉപകാരം ആവുമല്ലോ എന്ന് കരുതി. അപ്പം ഇനി ഇതൊന്ന് നടാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇളകി കിടക്കണം, മണ്ണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ഇത് നടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ പ്രത്യേക വളമൊന്നും ഇടണില്ല, പിന്നെ അങ്ങ് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊരു 5 പീസുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് പതിയെ മാന്തിയിട്ട് മുള മേൽഭാഗത്തേക്ക് വരാൻ പാകത്തിന് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മാസത്തെ ഇതാട്ടോ ഇതിനുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും തണ്ട് പോകും. തണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പതിയെ പറിക്കാം. ഇതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ അടുത്ത് ഞാൻ നടുമ്പോൾ നല്ല മുഴുത്തതുണ്ടായി കിട്ടാറുണ്ട്. അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്താൽ, വളം എന്ന് വെച്ചാൽ ചാണകം അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായി. നമ്മുടെ ഉള്ളി ഇത് വെട്ടാറായിട്ടില്ല, ഇതൊരു 4 ദിവസമായുള്ളൂ. ഒരു 10-15 ദിവസമൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ടവരൊന്ന് ഫോളോ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ.